വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്റ്റ് മാറ്റണ്ട. എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിയും? നീ ഇപ്പൊ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണാനില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. കേൾക്കാൻ നല്ല രസമുണ്ട്. കൊള്ളാം, നാടകം നന്നായി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു, അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. വെറും വാഗ്ദാനം കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരും. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ ദിയ, നിന്നെ മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണോ എന്നൊരു കാര്യം ചോദിച്ചത്, അത് എന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. അത് ഇതിപ്പം നാട്ടുകാരെ കേൾപ്പിക്കാനോ നിങ്ങളെ പറഞ്ഞേൽപ്പിക്കാനല്ല, ദിയക്ക് മനസ്സിലാക്കാൻ. ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ദിയടുത്ത് വ്യക്തമായിട്ട് പറയുക ദിയാസന, 3 മാസം മുന്നേ അല്ല, ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. എങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്.